ഹായ് ഓൾ. നമുക്ക് +2 എക്സാമിന് 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഹലോ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ടു സൈലന്റ് കോമേഴ്സ്. ഓക്കെ, സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. ക്വസ്റ്റ്യൻ നോക്കാം. On the following balance sheet of Lakshmi, Priya, Deepa, who shares profit and loss equally? Okay, അപ്പം ലക്ഷ്മി, പ്രിയ ആൻഡ് ദീപ ഇവർ 3 പേരും എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്? ഈക്വൽ ആയാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അവർ ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി നോക്കാം. ലക്ഷ്മി ഡൈഡ് ഓൺ 31 സെപ്റ്റംബർ 2023. ഓക്കെ, സെപ്റ്റംബർ 31 ആര് മരിക്കുന്നുണ്ട്? നമ്മുടെ ലക്ഷ്മി മരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഹെർ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ആർ എൻടൈറ്റിൽഡ് ടു. അതായത് പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ ആർക്ക് കിട്ടണം? ലക്ഷ്മിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ്. ഒന്നാമത്തെ ഐറ്റം സാലറി 2000 PM. എന്താ PM എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രാത്രി ഘട്ടങ്ങളിൽ 2000 റുപ്പീസ് കൊടുക്കണം എന്നുള്ളതാണോ? അല്ല, 2000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ പെർ PM എന്ന് പറഞ്ഞാൽ പെർ മന്ത് ആണ്. ഓക്കെ, എന്താണ്? പെർ മന്ത് ആണ് അല്ലേ. അപ്പോൾ 2000 രൂപ എന്ത് ചെയ്യാനുണ്ട്? ഓരോ മാസവും സാലറി നമുക്ക് ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്? നമ്മൾ മരിച്ചു പോയ ലക്ഷ്മിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഷെയർ ഓഫ് ഗുഡ് വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ദാറ്റ് ഈസ്, അതായത് ഷെയർ ഓഫ് ഗുഡ് വിൽ ഏത് മെത്തേഡ് പ്രകാരം കൊടുക്കണം? നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം അല്ലേ. എന്നാൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ് വിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എത്രയാണ് ഗുഡ് വില്ലിന്റെ വാല്യൂ വന്നിട്ടുള്ളത്? 42,000 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് അപ് ടു ഡേറ്റ് ഓഫ് ഡെത്ത് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഓഫ് 2022-23 വേർ 21,600. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലക്ഷ്മിക്ക് നമ്മൾ ഈ വർഷം ലാഭം കൊടുക്കുന്നത്. ഓക്കെ, അത് എത്രയാണ് ലാഭം കണ്ടുപിടിച്ചിട്ടുള്ളത്? 21,600 ആ ലാഭം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% പെർ ആനം. ഓക്കെ, അപ്പം ഈ 4 കാര്യങ്ങൾ നമ്മൾ ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്? ലക്ഷ്മിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ. സോ നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം? ലക്ഷ്മിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, എക്സാമിന് 5 മാർക്കിനോളം ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, സോ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ലക്ഷ്മിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ലക്ഷ്മീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നോണം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ആദ്യം ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്താണോ, എങ്ങനെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്താണോ, ഈ ബാലൻസ് ഷീറ്റിൽ നിന്നും 4 ഐറ്റം നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഐറ്റംസ്? ഒന്നാമത്താണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഫസ്റ്റ് ഐറ്റം ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ് ഒന്നാമത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം ജനറൽ റിസർവ് ആണ്. മൂന്നാമത്തെ ഐറ്റം പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. നാലാമത്തെ ഐറ്റം ഗുഡ് വിൽ ആണ്. ഓക്കെ, സോ ഈ 4 ഐറ്റംസും നമ്മുടെ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തിരിക്കണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. ഇസ് ആർ ക്ലിയർ? സെറ്റ് അല്ലേ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആക്കി നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടോ? ഉണ്ട്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ലക്ഷ്മി, പ്രിയ ആൻഡ് ദീപ എന്ന് പറഞ്ഞ് കൊടുത്ത് കണ്ടില്ലേ? ഫൈൻ. ഇനി സെക്കൻഡ് വൺ ജനറൽ റിസർവ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. നല്ലോണം നോക്കി നോക്ക്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ഓടിച്ച് നോക്കിയേ. ഇവിടെ എവിടെയെങ്കിലും ജനറൽ റിസർവ് കാണുന്നുണ്ടോ? ദേ എഗൈൻ ജനറൽ റിസർവ് കാണുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് കൊടുത്തിരിക്കും അല്ലേ. ഈ ബാലൻസ് ഷീറ്റിൽ ആ സാധനം തന്നിട്ടുണ്ടോ? ഇല്ല. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ത് മാത്രമാണ് തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എന്തും തന്നിട്ടുണ്ട്? നമ്മുടെ ജനറൽ റിസർവ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഐറ്റത്തെയും പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ലക്ഷ്മി മാത്രമാണ് മരിക്കുന്നത് എന്നുണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി? ലക്ഷ്മിയുടെ ക്യാപിറ്റൽ കൊണ്ട് മാത്രം നമ്മൾ ഇപ്പോൾ തൽക്കാലം പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം ക്വസ്റ്റ്യൻ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ലക്ഷ്മിയുടെ ക്യാപിറ്റൽ കൊണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ലക്ഷ്മിയുടെ അക്കൗണ്ട് മാത്രം, ലക്ഷ്മിയുടെ എമൗണ്ട് മാത്രം നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി. എങ്ങനെ? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എത്ര എമൗണ്ട്? 29,200 അല്ലേ. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ബ്രോ ഡൗൺ. എങ്ങനെ? ബാലൻസ് ബ്രോ ഡൗൺ. എത്ര എമൗണ്ട്? 29,200. ഇതാണ് ഫസ്റ്റത്തത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത എന്തായിരുന്നു? സെക്കൻഡ് വൺ നോക്കുമ്പോൾ ജനറൽ റിസർവിലെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ 3 പാർട്ട്നേഴ്സിനും എത്രയാണെന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജനറൽ റിസർവിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ 36,000 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് 3 പാർട്ട്നർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ജനറൽ റിസർവ് അല്ലേ. ആരൊക്കെ ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ളത്? ലക്ഷ്മി, പ്രിയ, ദീപ. ഇവർക്ക് 3 പേർക്കും തുല്യ അവകാശമുള്ളതാണ്. എന്തുകൊണ്ടാണ് തുല്യാവകാശം എന്ന് പറയാനുള്ള റീസൺ? ഈ ക്വസ്റ്റ്യനിൽ ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹൂ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി അല്ലേ.
അവർ 3 പേരും പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈക്വലി ആണ് വീതിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? സെറ്റ് അല്ലേ? അതുകൊണ്ട് ഈ 36,000 രൂപയുടെ 1/3 മൂന്നിൽ ഒരു ഭാഗം മാത്രമായിരിക്കും ആർക്കുണ്ടാവുക? ലക്ഷ്മിക്ക് ഉണ്ടാവുക അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ജനറൽ റിസർവിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യും അല്ലേ? ഏത് സൈഡിലേക്ക്? ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ജനറൽ ജനറൽ റിസർവ്. എത്ര എമൗണ്ട് വരാം? 36,000 ആണല്ലേ? അപ്പൊ 36,000നെ 1/2 എന്ന് പറഞ്ഞു, കാരണം 36,000 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും വരാം? 12,000 റുപ്പീസ് ആയിരിക്കും വരാം. ഇസ് ആർ ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ 12,000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇതാണ് നമുക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ ഓരോ ഐറ്റത്തെയും പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ക്ലിയർ? എങ്ങനെ? അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ ഓരോ ഐറ്റത്തിനും നമ്മൾ ആർക്ക് വിധിച്ചു കൊടുക്കണം? പാർട്ട്ണർക്ക് വിധിച്ചു കൊടുക്കണം. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിലെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നാമത്തെ ഐറ്റം സാലറി 2,000 പെർ മന്ത് ആണ്. ഓക്കെ, ഒരു മാസമാണ് 2,000 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എപ്പോഴാണ് അയാൾ ലക്ഷ്മി മരിക്കുന്നത്? 31 സെപ്റ്റംബറിലല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ അതൊരു ചോദ്യമാണ്. ജനുവരി മുതലാണോ അതല്ല ഏപ്രിൽ മുതലാണോ ഇയാൾ ഫേമിൽ വർക്ക് ചെയ്യുന്നത്? അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനിവിടെ എന്തൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്? 2022-23 പ്രോഫിറ്റ് ആണ് ഇവിടെ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. എങ്ങനെ? ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താ കൺസിഡർ ചെയ്തിട്ടുള്ളത്? 22-23 പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏപ്രിൽ മുതലാണ് ഇവിടെ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? സോ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അക്കൗണ്ടിങ് ഇയർ അല്ലേ? ഇവിടെ നോക്കിക്കേ, സെപ്റ്റംബറിലല്ലേ ആൾ ഡെഡ് ആവുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഒന്ന് കൂട്ടി നോക്കിയേ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, എത്ര മാസം വർക്ക് ചെയ്തു? 6 മാസമല്ലേ വർക്ക് ചെയ്തത്? സെറ്റ്. എങ്ങനെ? 6 മാസമാണ് ഇദ്ദേഹം വർക്ക് ചെയ്തത് അല്ലേ? അപ്പൊ സാലറി അയാൾക്ക് എത്ര ഉണ്ടാവും? 6 × 2,000. ക്ലിയർ ആയോ? 6 × 2,000. അപ്പൊ എത്ര ആയിരിക്കും വരാ സാലറി? ഓക്കെ, നമുക്ക് എല്ലാവർക്കും വരും സാലറി എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സെയിലാണ് അല്ലേ? സെറ്റിൽ എല്ലാവർക്കും സാലറി എവിടെ റെക്കോർഡ് ചെയ്യല്? ക്രെഡിറ്റ് സെയിൽ. അത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എവിടെ വേണം റെക്കോർഡ് ചെയ്യാൻ? ക്രെഡിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, സെറ്റ്. ഓക്കെ ഫൈൻ. അടുത്ത ഐറ്റം, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഷെയർ ഓഫ് ഗുഡ് വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് 42,000. അതായത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് എന്ത് കൊടുക്കാനുണ്ട്? ഗുഡ് വിൽ കൊടുക്കാനില്ലേ അല്ലേ? ഇവരുടെ ഗുഡ് വിൽ 42,000 രൂപയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 42,000 ഇൻറ്റു 1/3. എങ്ങനെ? 42,000 ഇൻറ്റു 1/3. ഓക്കെ അല്ലേ? ഈ ഷെയർ ആയിരിക്കും നമ്മൾ ആർക്ക് കൊടുക്കേണ്ടി വരാം? നമ്മുടെ ലക്ഷ്മിക്ക് കൊടുക്കേണ്ടി വരാം അല്ലേ? സോ 42,000 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 14,000, 14,000 രൂപയാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ 14,000 രൂപ നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ട്? ലക്ഷ്മിക്ക് ഗുഡ് വിൽ ആയിട്ട് കൊടുക്കാനുണ്ട്. എന്നാൽ വെയിറ്റ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താ? ഈ ഗുഡ് വിൽ ആരാ കൊടുക്കേണ്ടത്? ഗെയിനിങ് പാർട്ട്നേഴ്സ് ആണ് ഗുഡ് വിൽ കൊടുക്കേണ്ടത്. ആരാ കൊടുക്കേണ്ടത്? ഗെയിനിങ് പാർട്ട്നേഴ്സ് ആണ് എന്ത് കൊടുക്കേണ്ടത്? ഗുഡ് വിൽ കൊടുക്കേണ്ടത് അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ലക്ഷ്മി, പ്രിയ, ദീപ 3 പേരും ഈക്വൽ പാർട്ട്നേഴ്സ് അല്ലേ? ഇവിടെ ലക്ഷ്മി റിട്ടയർ ചെയ്തു. അങ്ങനെയാണ് ഇവിടുത്തെ ഗെയിനിങ് റേഷ്യോ എത്രയായിരിക്കും? 1:1 ആണ്. അതായത് ഈ 14,000 രൂപയുടെ പകുതി ആര് കൊടുക്കണം മക്കളെ? നമുക്ക് ദീപ കൊടുക്കണം. അതേപോലെ 14,000ന്റെ പകുതി ആര് കൊടുക്കണം? പ്രിയ കൊടുക്കണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? പ്രിയാസ് ക്യാപിറ്റൽ. എങ്ങനെ? പ്രിയാസ് ക്യാപിറ്റൽ 7,000. അതേപോലെ ദീപാസ് ക്യാപിറ്റൽ. ഓക്കെ, ദീപാസ് ക്യാപിറ്റൽ എത്ര വരും? 7,000. ഇത് ക്ലിയർ ആയോ എങ്ങനെ കൊടുത്തതെന്നുള്ളത്? ആകെ നമ്മൾ ഗുഡ് വിൽ കൊടുക്കേണ്ടത് 14,000 രൂപയാണ് അല്ലേ? ഈ 14,000 രൂപ പകുതി ആര് കൊടുക്കണം? ദീപ കൊടുക്കണം. ബാക്കി പകുതി ആര് കൊടുക്കണം? പ്രിയ കൊടുക്കണം. അത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഒരു പാർട്ട്ണർ റിട്ടയർ ആകുന്ന സിറ്റുവേഷൻസിൽ, എങ്ങനെ? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആകുന്ന സാഹചര്യത്തിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഗുഡ് വിൽ ആരാ കൊടുക്കേണ്ടി വരാ? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആണ് കൊടുക്കേണ്ടി വരാം അല്ലേ? ഏത് റേഷ്യോയിൽ? ഗെയിനിങ് റേഷ്യോയിൽ. സെറ്റ് ആണല്ലോ? അപ്പൊ ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് പ്രിയയും ദീപയും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രിയയും ദീപയും ആർക്ക് കൊടുത്തു? നമ്മുടെ സ്വന്തം ലക്ഷ്മിക്ക് എന്ത് കൊടുത്തു? ഗെയിനിങ് റേഷ്യോയിൽ ഗുഡ് വിൽ കൊടുത്തു. സെറ്റ്. ഓക്കെ, ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഓക്കെ, ഷെയർ ഇൻ ദ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ഓൺ ലാസ്റ്റ് ഇയർ 21,600. അതായത് ഇവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബർ മാസം വരെ കമ്പനിയിൽ 6 മാസം ജോലി ചെയ്തിട്ടില്ലേ? അപ്പം ഈ 6 മാസം ലാഭം നമ്മൾ കൊടുക്കേണ്ടേ അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ലാഭം നമ്മൾ കൊടുക്കുമ്പം പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുക. എങ്ങനെ? പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുക. അപ്പോൾ ഒരു ചോദ്യം, ഈ പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഓക്കെയാണ്, അത് എങ്ങനെ റെക്കോർഡ് ചെയ്യും? നോക്കിക്കോ, 21,600 രൂപ ലാഭമുള്ളത് ആണല്ലോ. 21,600 ആണ് ലാഭമുള്ളത്. ഇൻറ്റു ഇയാൾ എത്ര വർഷം വർക്ക് ചെയ്തിരിക്കുന്നു? 6 മാസമല്ലേ? ഒന്ന് ആലോചിച്ചേ. ഈ 21,600 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആണ്. അതായത് 2022, 2023 പ്രോഫിറ്റ് ആണ് അല്ലേ? ഒരു വർഷത്തെ പ്രോഫിറ്റ് ആണ് 21,600. എന്നാൽ ഇദ്ദേഹം 6 മാസമല്ലേ വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കൊടുത്താൽ മതി?
21,600 ഇൻറ്റു 6/12 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 മാസത്തെ പ്രോഫിറ്റ് കിട്ടും. ഇനി ഒന്ന് ആലോചിച്ചേ, ഈ 6 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 പേരുടെയെങ്കിലും 6 മാസത്തെ പ്രോഫിറ്റ് അല്ലേ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിയുടെ മാത്രം പ്രോഫിറ്റ് എന്തായിരിക്കും ഉണ്ടാവുക? ഇൻറ്റു ലക്ഷ്മിയുടെ ഷെയർ 1/3. മനസ്സിലായോ? അതായത് 21,600 കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? മരിക്കുന്ന ദിവസം വരെ എത്ര ലാഭം ഉണ്ടാവും അത് കണ്ടുപിടിച്ചു. എങ്ങനെ? 21,600 ഇൻറ്റു 6/12. അപ്പോൾ 6/12 എങ്ങനെ കിട്ടി? സെപ്റ്റംബർ 30-നാണ് ആൾ മരിച്ചത് അല്ലേ? സോ 6 മാസം ജോലി ചെയ്തു, സോ 6 മാസത്തെ ലാഭം കണ്ടെത്തി അല്ലേ? എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി ചെയ്യണം? അയാൾ റിട്ടയർ ചെയ്ത പാർട്ട്ണർ അല്ലെങ്കിൽ ഡെത്ത് ആയ പാർട്ട്ണർ ആയാണോ അയാളെ ഷെയറും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഇൻറ്റു 1/3. ദാറ്റ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 21,600 ഇൻറ്റു 6/12 into 1/3, that equal to we will get 3,600. Okay, 3,600 will be the profit amount. Okay അല്ലേ? അപ്പോൾ 3,600 എന്ത് കിട്ടി? പ്രോഫിറ്റും കിട്ടി. അപ്പോൾ അതും സെറ്റ്. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% പെർ ആനം. ഓക്കെ, എങ്ങനെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10%. ഇത് 10C എന്നല്ല കേട്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ഷോർട്ടാണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ഉണ്ടാവുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുകളിലായിരിക്കും അല്ലേ? ഇവിടുത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 29,200 ആണ്. ഇൻറ്റു 10% അല്ലേ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു. ഒരു കാര്യം ആലോചിച്ചേ, 10% എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം. ഇവിടെ ഒരു വർഷം അദ്ദേഹം ജോലി ചെയ്തോ? ഇല്ല, വെറും 6 മാസമല്ലേ ജോലി ചെയ്തിട്ടേ ഉള്ളൂ. 6 മാസം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 6/12. 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. സോ ഹിയർ ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി 1460. എത്രയാണ്? 1460. ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? ആർക്ക് സംശയമൊന്നുമില്ലല്ലോ? സോ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഓൾഡ് ബാലൻസ് ഷീറ്റിൽ നിന്ന് 4 ഐറ്റം, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ലോസ് ആൻഡ് ഫൈനലി ഗുഡ് വിൽ, ഈ 4 ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ 1 by 1 ഓരോരോ ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യും എമൗണ്ട്. സോ ഹിയർ ദ ടോട്ടൽ എമൗണ്ട് വിൽ ബി 72,260. 72,260. ഓക്കെ, സോ 72,260. ഇനി ഈ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ഇവിടെ ലക്ഷ്മി മരിച്ചു പോയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കാണിക്കാം? ലക്ഷ്മീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ആയിരിക്കും. എങ്ങനെ? ലക്ഷ്മീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ആരെ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറയും പോലെയുള്ള ഒരാളാണ് എക്സിക്യൂട്ടർ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിപ്പോൾ എന്താണെന്ന് വിചാരിക്കുക? റിട്ടയർമെന്റ് ആണെന്ന് വിചാരിക്കുക. ഡെത്ത് അല്ല, പകരം റിട്ടയർമെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലക്ഷ്മീസ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. സിമ്പിൾ. അയ്യോ, ഓക്കെ അല്ലേ എല്ലാവർക്കും? സോ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്ത് ചെയ്യാം? മറ്റ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.